മനുഷ്യരാശി തന്നെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു കണ്ടുപിടുത്തം നടന്നിട്ട്, അതായത് ക്യാൻസറിന്റെയൊക്കെ മരുന്ന് പോലും നമ്മൾ പ്രത്യാശിക്കുന്ന പോലെ കണ്ടുപിടിക്കാൻ സിമ്പിളായിട്ട് ചിലപ്പോൾ ഈ ഒരു കണ്ടുപിടുത്തം കൊണ്ട് കഴിഞ്ഞേക്കാം എന്നുള്ള ലെവലിൽ പോലും ഇരുന്നിട്ടും അതിനപ്പുറത്തേക്ക് സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ആരും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല എന്നാലോചിച്ച് വട്ടായിട്ടിരിക്കുകയാണ് ഞാൻ. പറഞ്ഞു വരുന്നത് ടെക്കിലെ കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ പലർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഗൂഗിളിന്റെ ക്വാണ്ടം ചിപ്പായിട്ടുള്ള വില്ലോ എന്ന് പറയുന്ന ചിപ്പിനെ പറ്റിയിട്ടാണ് പറഞ്ഞു വരുന്നത്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു കമ്പ്യൂട്ടറിന് കോടാനുകോടി വർഷങ്ങൾ എടുത്താൽ തീർക്കാൻ പറ്റാത്ത ഒരു ടാസ്ക് നമ്മുടെ ഈ വില്ലോ ചിപ്പ് 5 മിനിറ്റ് കൊണ്ട് തീർത്തു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അതൊരു ബെഞ്ച് മാർക്ക് ടെസ്റ്റ് ആണെങ്കിൽ പോലും ഇപ്പൊ എല്ലാവരുടെയും ഒരു ആശങ്ക എന്നൊക്കെ പറയുന്നത് നമ്മൾ സെക്യൂർഡ് ആണ്, ഭയങ്കര സെക്യൂർഡ് ആണെന്നൊക്കെ നമ്മളിപ്പോൾ വിചാരിച്ചിരിക്കുന്ന നമ്മുടെ എൻക്രിപ്ഷൻ മെത്തേഡുകളും പാസ്വേഡ്സും ഒക്കെ വളരെ സിമ്പിളായിട്ട് ഈ ഒരു ക്വാണ്ടം ചിപ്പിനെ കൊണ്ടോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഇതിന്റെ അപ്ഡേറ്റഡ് വെർഷൻസിനെ കൊണ്ടോ സിമ്പിളായിട്ട് നടക്കും, ഹാക്ക് ചെയ്യാനൊക്കെ പറ്റും. അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ആ ഒരു മേഖല തന്നെ തകരാൻ കാരണമായേക്കാം എന്നൊക്കെ പലരും പറയുന്നുണ്ട്. എങ്കിലും അതിലേക്ക് ഇത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഓഫ്കോഴ്സ് ആദ്യം ഇത് ആരുടെ കയ്യിൽ എത്തുന്നത് എന്നുള്ളതൊക്കെ അനുസരിച്ചിരിക്കും. അതിനൊക്കെ എന്തായാലും വ്യക്തമായ പ്ലാനുകളോടുകൂടി തന്നെ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇത് വെച്ച് നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ ഫീൽഡിലൊക്കെ വേണ്ടി വരുന്ന കാൽക്കുലേഷൻസ് ഒക്കെ നടത്താനും നമുക്കൊരു മരുന്നുകളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ വളരെ സിമ്പിളായിട്ട് നടക്കും എന്നൊക്കെയാണ് ടെക് ലോകം പറയുന്നത്. അപ്പം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.